ഹലോ ഗായ്സ്. ഇന്ന് നമ്മൾ പോകാൻ പോണത് സമുദ്ര ബീച്ചിലാണ്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് എൻ്റെ വണ്ടി, മിഥുൻ എൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ കൂടെ ഞാൻ പോണത്. അങ്ങനെ നമുക്ക് പോവാല്ലേ. നമുക്ക് വണ്ടി എടുക്കാം. ഇത് ഹൈവേ റോഡിൽ കയറാൻ പറ്റുന്നതായി അവിടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് പിള്ളേരൊക്കെ ഇപ്പം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡ് ഏരിയ പോകാൻ പറ്റുള്ളൂ. നമ്മൾ വണ്ടി ഇതേ പാർക്ക് ചെയ്ത് ഇതാണ് സമുദ്ര ബീച്ച്. നമുക്ക് ഇതിലോട്ട് നടക്കാം. വാടാ. ഇവൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ സമുദ്ര ബീച്ചിൽ. ഞാൻ കുറേ വട്ടം വന്നിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഈ ഈവനിങ് ഒക്കെ വന്ന് ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റ് വൈബാണ്. കുറേ ഫാമിലീസും കുറേ ഫ്രണ്ട്സ് ലവേഴ്സൊക്കെ കപ്പിൾസൊക്കെ വന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കണം, കാണാം. ഈ ഒരു സിനാറിയോ ഉണ്ടോ. അപ്പം സൂര്യൻ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായാണ്. നല്ലൊരു സൺലൈറ്റിൻ്റെ നല്ലൊരു കാഴ്ച കിട്ടും. ഇതാണ് ഇവിടുത്തെ വ്യൂ. കുറേ പടങ്ങൾ വരച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെയാണ്. വാ അങ്ങോട്ട് നടക്കാം. സൂര്യൻ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. എന്നാലും ബീച്ച് അടിപൊളിയാണ്. ഇവിടെ നൈറ്റൊക്കെ വന്നിരിക്കാം. കുറേ പേരൊക്കെ എൻജോയ് ചെയ്യണം. നമുക്ക് ഇങ്ങോട്ട് പോകാം. നമുക്കിനി ബീച്ച് സൈഡ് പോയി നോക്കാം. മുകളിൽ കയറി പോകാം. ആണ് ഗൈസ്, ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. നല്ലൊരു വൈബാണ്. വൈബ് സ്ഥലം. പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കാൻ. സുഖാണെന്നാ. ഇതാണ് ആ ഹോട്ടൽ. അടിപൊളിയാണ്. അടിപൊളി രസമാണ്. ദിവസം കയറണം ഇതിനകത്ത്. കുറേ ഒരു പട്ടണമൊക്കെ പറത്തണം. എനിക്ക് ചെറിയൊരു ഷൈ ഉണ്ട് ഗൈസ്. ബിക്കോസ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ലോഗ് എടുക്കുന്നത്. എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും യൂട്യൂബ് ചാനൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും പെടും. ആകെ 70 സബ്സ്ക്രൈബറേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നീക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. അതെ, ഒറ്റ വ്യൂ വാങ്ങിച്ചാൽ നല്ല കാറ്റാണ് ഗൈസ്. നല്ല കാറ്റാണ്. അതിൽ കപ്പിൾ ഡാൻസ് കളിക്കണം കുറേ പേര്. കിസ്സൊക്കെ ചെയ്യുന്നുണ്ട് ഗായ്സ്. ഇതൊന്ന് കാണണമല്ലോ. ഇതൊന്ന് കാണാൻ വയ്യ ഗൈസ്. എനിക്ക്
എന്തൊക്കെ നടക്കണം എൻ്റെ ഫ്രണ്ടില്. അയ്യോ, നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം. എന്തായാലും ഇവിടെ വന്നേല്ലേ, കാലൊക്കെ നനയ്ക്കാം. നമുക്ക് നല്ല നല്ല തണുത്തിരിക്കണ്ടാ. നല്ല തണുത്ത കാറ്റുണ്ട് ഗൈസ്. നല്ല വൈബ്, നല്ല സ്ഥലമല്ല, അടിപൊളി. കുറേ ആൾക്കാരെ നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ അവർ ഹിന്ദിയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് അപ്പുറത്തെ സൈഡ്, ആ പാറേൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഹിന്ദിയാണ് ഇവിടെ. ഹിന്ദിയാണ് കൂടുതൽ. അങ്ങനെ കുറച്ച് മലയാളികളുള്ളവർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇവരൊക്കെ സമ്മതിക്കുന്നു ഗൈസ്, ഈ മണ്ണിൽ ഫുട്ബോൾ കളിക്കുന്ന ഓടാനൊക്കെ നല്ല പാടാണ്. നമുക്ക് ആ മലേൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. അങ്ങോട്ടൊരു സെറ്റ് വ്യൂ ഉണ്ട്. കടലിൻ്റെ സൈഡ് കൂടെയാണ് നടക്കുന്നത്. നല്ലൊരു കാര്യമാണ്. നമ്മളിനി മുന്നേ ഈ പാറേൻ്റെ മുകളിൽ പോകാൻ പറ്റുമായിരുന്നു. അവിടെ കുറച്ച് കുറച്ച് സീനായടാ. അവിടെ കുറച്ച് പ്രശ്നങ്ങളായി, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് മുകളിൽ കയറി പോകാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട് ഈ വഴിയിലെ. സെറ്റ് വ്യൂ ആണ്. അങ്ങോട്ടൊന്ന് പോവാം. അതെ, ഒരു 6:23 ഗൈസ്. അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ സൈഡ് എത്തി. എന്തിനു പറഞ്ഞു വ്ളോഗർ? കുറെ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു കഴിച്ചു. വ്ളോഗർ, ഗോപ്രോ, അങ്ങനെ കുറെ പേര് എന്തൊക്കെയോ പറയാം. ഹലോ ഗായ്സ്, സോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബിഗിനർ ആയതുകൊണ്ട് കുറച്ച് വോയിസും കുറച്ച് കാര്യങ്ങൾ ശരിയല്ല. അത് പയ്യെ അത് ശരിയാവും, ശരിയാക്കണം. ഇത് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. സമുദ്ര ബീച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇപ്പം ഒരു ടൈം 6:52 അപ്പം ഇവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ബാക്കി ഇവിടെ ഇപ്പം ആരുമില്ല, അതെ എല്ലാവരും പോയി. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടുണ്ട് മിഥുൻ. ഹൈ പറ. അവൻ എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം നമ്മളിവിടെ നിന്ന് പോവുകയാണ് കഴിച്ച്. ഇപ്പം ടൈം 6:50. പക്ഷെ നല്ല ഇരുട്ട്, ലൈറ്റൊന്നുമില്ല.
അപ്പം സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്ന വരത്തേക്ക് ബൈ.